Q Developers Comedy Super Night 2. കോമഡി സൂപ്പർ നൈറ്റ് എരട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്വാഗതം. ഞാനാണോ അഭിനയിച്ച സിനിമയില് ഞാൻ ഒരൊറ്റ കരച്ചിൽ അവിടെ ഇരുന്ന് എനിക്കറിയില്ല ഇങ്ങനൊന്നും താരാകുറുപ്പാ സാറേ ഞാൻ. താരാകുറുപ്പാ? ആ, നീ ബോംബെയിലെ ഏതോ നൃത്തവിദ്യാലയത്തിൽ അധ്യാപികയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടത്തെ ഈ കൊലത്തില ഞാൻ അവിടെ പോയെന്ന്. ഞാനിപ്പോ തൊഴിലുറപ്പിനാ പോണേ. തൊഴിലുറപ്പിനാ? ഓഡിഷനൊക്കെ വെച്ച് ചെയ്യിച്ചു നോക്കി, അല്ലെങ്കിൽ പാട്ടിന്റെ ചെയ്യിപ്പിച്ച് നോക്കി, അങ്ങനെയൊക്കെ ചെയ്യിച്ചു നോക്കി ഇങ്ങനെ ആദ്യമേ പറഞ്ഞു വിട്ടേനെ. പട്ടം എവിടെ? അപ്പൊ കുട്ടിയോ? 10 രൂപ ഒരു അമ്പലത്തിൽ ഇടണം, അത്രയല്ലേ ഉള്ളൂ. എനിക്കും ഇതിലൊക്കെ വിശ്വാസമുള്ള കൂട്ടത്തില്ല, ഞാൻ കൊണ്ടു. ചേച്ചി അങ്ങ് ലണ്ടനിലുണ്ട്, അവിടുത്തെ ഗണപതി കോവിലിൽ കൊണ്ട് 10 രൂപയായിട്ട് അങ്ങ് പ്രാർത്ഥിക്കണം. നീ ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നേ? ഹോസ്പിറ്റലിൽ ആര് പറഞ്ഞു? അത് ഈ ഡോക്ടറല്ലേ? സാറ് പഠിപ്പിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായി. ആണോ? സാറ് പണ്ട് എന്നെ അടിക്കുമായിരുന്നല്ലോ. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് ആരെങ്കിലും എടുത്ത് അടിക്കണം എന്നുള്ള ഒരു ചേതോ വികാരം അന്ന് തൊട്ടേ പോലെ എടുത്തായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുഴിത്തല്ലും കാര്യങ്ങളെ കേട്ട് ഇങ്ങനെ പോകുന്നു. ചിരിയുടെ പൂരപ്പറമ്പിലെ വേറിട്ട നർമ്മ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡൻസ് ഗ്രൂപ്പ്. ഇതുവരെ ഒന്നും ആയില്ലേ? രാധാൻ സാർ എല്ലാം ചെയ്തോണ്ടിരിക്കില്ല. എന്തെന്ന് സംഭവം എന്താ? നീ കുറെ നേരമായിട്ട് എന്നെ കൊണ്ട് ആഡിറ്റോറിയം തുറക്കിപ്പിച്ചു, ഇത് ഒരുക്കിപ്പിച്ചു. സംഭവം എന്താ നടക്കുന്നത്? എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്ക് എന്താണെന്നറിയാമോ? ഇന്നെന്താ പ്രത്യേകത? ഇതേപോലെ ഒരു ദിവസം 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണാരാന്നറിയാലോ? അത് സാറിന്റെ മകൻ, എന്റെ മകൻ മണി വീണ് മരിച്ചുപോയ. ഈ സ്കൂളിലെ മണി വീണ് മരിച്ചുപോയത് അറിയാമോ? ആ, ഇന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അവന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ സ്കൂളിൽ അവന്റെ ക്ലാസ്സിൽ പഠിച്ച എല്ലാ പിള്ളേരോട് വിളിച്ചിട്ടുണ്ട്. അവരെല്ലാരും വരും, നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കണം. അവന്റെ ഓർമ്മകൾ അയറക്കാൻ വേണ്ടി എനിക്കൊരു ചെറിയൊരു സന്തോഷം. ഇപ്പൊ എല്ലാരും പല നിലയിലെത്തി കാണുമല്ലേ സാറിന്? എല്ലാരും പല നിലയിലെത്തി. നമ്മുടെ ആ താരാക്കുറുപ്പ് എന്ന് പറഞ്ഞില്ലേ, ബോംബെയിൽ ഏതോ നൃത്തവിദ്യാലയത്തിൽ അധ്യാപിക അവള്. അയ്യോ, അടിച്ചു പൊളിക്കുക. പിന്നെ സതീശൻ കഞ്ഞിക്കുഴി, അവനാണെങ്കിൽ MLA. മനസ്സിലായോ? പിന്നെ ഒരാള് ഡോക്ടർ പയസ്. പിന്നെ സുഖം എന്തോ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. എല്ലാരും രക്ഷപ്പെട്ടു. എല്ലാരും രക്ഷപ്പെട്ട്. ഞാൻ പഠിപ്പിച്ച പിള്ളേരല്ലേ, രക്ഷപ്പെടാതിരിക്കുവോ? അപ്പൊ ഇന്ന് ഗംഭീര പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആയിരിക്കുമല്ലോ. എല്ലാരും എപ്പോഴാ വന്നേന്ന് പറയാനൊക്കെ അല്ല. വരട്ടെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിക്കണം. അത്രേ ശരി, അപ്പൊ നടക്കട്ടെ. നീ എവിടെ പോണ്? ഞാൻ പോണ്. അങ്ങനെ അങ്ങ് പോയാലാ. സാറേ, ഇതാരാ? താര. ഛേ, അതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചു. എന്നോട് ചോദിക്കണോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇതാരാന്ന്. താരാകുറുപ്പാ സാറേ ഞാൻ. താരാക്കുറുപ്പാ? ആ, നീ ബോംബെയിലെ ഏതോ നൃത്തവിദ്യാലയത്തിൽ അധ്യാപികയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടത്തെ ഈ കൊലത്തില? ഞാൻ അവിടെ പോയെന്ന്. ഞാനിപ്പോ തൊഴിലുറപ്പിനാ പോണേ. തൊഴിലുറപ്പിനാ? ഈശ്വര, ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി അങ്ങനെ പാഴായി പോയി. സാറ് പഠിപ്പിച്ച വിദ്യാർത്ഥി ഒന്നും പാഴായിട്ടില്ല. സാറ് പഠിപ്പിച്ചതുകൊണ്ടല്ലേ ഞാനിപ്പോ തൊഴിലുറപ്പായിട്ട് ജീവിച്ചു പോകുന്നത്. അതെങ്ങനെ? ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയുടെ അന്ന് സാറ് ഞങ്ങൾ സേവനാർത്ഥത്തിന് കൊണ്ടുപോകില്ലേ, അന്ന് മാന്താനും കിളക്കാനും പഠിപ്പിച്ചത് കൊണ്ടാ ഇപ്പൊ ഞാൻ തൊഴിലുറപ്പായിട്ട് ജീവിച്ചു പോകുന്നു. നീ നിന്റെ ഭർത്താവ് സുഖമോ? ഓ, പേരിൽ മാത്രം സുഖമെന്നുള്ളൂ, ജീവിതത്തിൽ ഒരു സുഖവും ഇല്ല. ആ, അങ്ങനെ എന്നും തല്ലും വഴുക്കും വെക്കാണോ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. സുഖു വന്നിട്ടുണ്ടാ? ഓ, വന്നിട്ടുണ്ട്, പുറത്ത് നിപ്പുണ്ട്. സുഖുവേ, സുഖുവല്ലേ? അതെ അതെ, സുഖമാണോന്നല്ല ഞാൻ ചോദിച്ചത്. സുഖുവല്ലേന്ന്? സാറിന്റെ ക്ലാസ്സിലെ സാറിന്റെ സുഖു. പക്ഷെ നിന്നെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും. നീ ഭയങ്കര ബിസിനസ് മാനായിട്ടൊക്കെ. ഭയങ്കര ബിസിനസ് ആയിരുന്നു. അല്ല, എന്താ ബിസിനസ്? ആക്രിയുടെ ബിസിനസ് ആയിരുന്നു. വലിയ അലോമിനിയം, പ്ലാസ്റ്റിക്, ബുക്ക് പേപ്പർ, ബക്കറ്റ് പൊട്ടിയത് കൊടുക്കാനുണ്ടോ? ആ ബിസിനസ് ആയിരുന്നു ഇടയ്ക്ക്. ആ ബിസിനസ് ആണോ നിനക്ക്? അപ്പൊ ഞാൻ പഠിപ്പിച്ച 2 വിദ്യാർത്ഥികളും പാഴായി പോയി. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ വീട്ടില്? എന്റെ സാറി ഒന്നും ഇങ്ങോട്ട് കുടിയാ, കുടിച്ചു വന്ന് എന്റെ തല്ലും വഴുക്കാ വീട്ടില്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സുഖു, ഇനി നീ മേലാൽ മദ്യപിക്കരുത്. നീ മേലാൽ മദ്യപിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ മദ്യപിക്കുന്നതാണ് നിനക്ക് കുഴപ്പം. നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലേ? ഞാൻ മദ്യപിച്ചാൽ നിനക്ക് എന്നോട് മദ്യത്തിന്റെ കാര്യം ഉപദേശിച്ച കേട്ടോ? പറഞ്ഞോ കേട്ടോ? ഞാൻ മദ്യപിക്കുന്ന നോക്കി പ്രശ്നം. ആരെന്നാ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തോ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞില്ല. മദ്യപിക്കുന്ന കാര്യം പറഞ്ഞു. ഒന്നും അവിടെ സ്വഭാവം എന്താണെന്നറിയോ? അവിടെ ക്ലാസ്സിൽ പഠിച്ച സാറ് പൈസ ഓർക്കുന്നുണ്ടോ? പൈസമായിട്ട് ഇവളെപ്പോഴും ഫോണിൽ ചാറ്റിംഗ് ഒക്കെയാ. അത് പണ്ടല്ലേടാ, ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇവര് തമ്മിൽ ഭയങ്കര പ്രേമമാണ് ഇപ്പൊ. ആണോ? പിന്നെ ഇവര് തമ്മിൽ അന്യായ പ്രേമമാ. സാറിന് അറിയാവോ, ഇന്നലെ രാത്രി 10 മണിക്ക് ഞാൻ ഇവളോട് പറഞ്ഞു, എടി സാറിനെ കാണാൻ നമുക്ക് നാളെ രാവിലെ പോകണമെന്ന് പറഞ്ഞു. നീ പെട്ടെന്ന് കിടന്നിറങ്ങും, നമുക്ക് രാവിലെ പോകാമെന്ന് പറഞ്ഞു. ഇവിടെ 10 മണി തൊട്ട് 3 മണി വരെ മൊബൈലിൽ ചാറ്റിംഗ് ആയിരുന്നു. അയ്യോ,
അത് ഇങ്ങോട്ട് കൊടുത്തിട്ട് വരാനുള്ള സാരിയും ബ്ലൗസും പിന്നെ ഇങ്ങോട്ട് ഈ ഷർട്ടും തേച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ. അതെ അതെ കുറെ നാളായിട്ട് എന്നെ തേച്ചോണ്ടിരിക്കുക അവള് അന്യായപ്പാ. കണ്ടോ കണ്ടോ ഈ മനുഷ്യന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. നീ എന്നോട് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത്. ഇന്നലെയും കൂടെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് ഇവിടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആണോ എന്താ ചേട്ടാ ഭഗവാൻ കൃഷ്ണ പറഞ്ഞത്? പുരുഷന്റെ കാര്യമാണെങ്കിൽ എന്നോട് ചോദിക്കേണ്ടത് കർത്താവിനോട് എന്ന് പറയാൻ. നിങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക മനസ്സിലായി. ഇവിടെ കുടുംബ വഴക്ക് തീർക്കാനുള്ള സ്ഥലം അല്ല ഇത്. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമ്പോ എന്റെ മകൻ ക്ലാസ്സിൽ പിടിച്ച മകന്റെ കാര്യം അറിയാം സാറേ. ഇവളും പൈസ തമ്മിലുള്ള ബന്ധമുണ്ട്. അതറിയാനും വേണ്ടി അത് ഒത്തുതീർപ്പാക്കാനും വേണ്ടിയാണ് ഞാൻ സാറിന്റെ അടുത്തോട്ട് വന്നത്. പിന്നെ തീർപ്പാക്കാൻ പറ്റുന്ന ചടങ്ങല്ലേ ഇത്? എടാ 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 ഇത് നല്ലൊരു ചടങ്ങാണ്. ചെറുത് ബഹളം വെക്കല്ലേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് ഓർമ്മകൾ പുതുക്കണം. ഓർമ്മകൾ പുതുക്കണം. അത്രയും സാറേ ആ ഞാൻ പഴയ ശീലമൊന്നും ഇപ്പോഴും മറന്നിട്ടില്ലല്ലേ? ഇല്ല സാറേ. പയസ് അതെ ഇരിക്ക്. ഇല്ല സാർ ഞാൻ നിന്നോളാം. ഇരിക്ക്. ഇല്ല സാർ ഞാൻ നിന്നോളാം. പയസ് നിന്റെ പേരല്ലേ? അതെ. പയൽസിന്റെ അസുഖമൊന്നുമില്ലല്ലോ. എന്നാ ഇവിടെ ഇരിക്കേ. ഇല്ല സാർ ഞാൻ നിന്നോളാം. പറഞ്ഞോ സാർ. ഏതായാലും നന്നായി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം സാറേ. ആണല്ലേ? സുഖമായിട്ട് അപ്പൊ പോകുന്നു. എന്ത് ചെയ്യുന്നു? നീ ഏത് ഹോസ്പിറ്റലിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നേ? ഹോസ്പിറ്റലിൽ ആര് പറഞ്ഞു? അത് ഈ ഡോക്ടർ അല്ലേ? അപ്പൊ നീ ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ഞാൻ ഡോക്ടറല്ല സാറേ. പിന്നെ? സാറ് പഠിപ്പിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായി. ആണോ? സാറ് പണ്ട് എന്നെ അടിക്കുമായിരുന്നല്ലോ. ആ. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് ആരെങ്കിലും എടുത്ത് അടിക്കണം എന്നുള്ള ചേതോ വികാരം അന്ന് തൊട്ടേ പോലെ എടുത്തായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കൂടിത്തല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. കൂടിത്തല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. കൊട്ടേഷൻ. ആ കൊട്ടേഷൻ ചെറിയ ചെറിയ കൊട്ടേഷൻ. സാറേ അവനോടൊരു കാര്യം പറ. അവൻ കല്യാണം കഴിച്ചോളാൻ പറ. എന്റെ ഭാര്യയുടെ പുറകെ നടക്കല്ലെന്ന് സാറൊന്ന് പറഞ്ഞേക്കണം. നിങ്ങളൊരു കാര്യം അല്ല സാറത് പറയണം. നീ ഏത് കൊട്ടാരം എന്നാണേലും നീ നിന്റെ ഭാര്യയുടെ പുറകെ നടക്കരുത്. എന്റെ നീ കല്യാണം നീ പറയുന്നു എന്റെ ഭാര്യ അടുത്ത് വരാൻ നിൽക്കരുത്. മഞ്ചേരിയുടെ ലക്ഷണം പറയടാ. മഞ്ചരി നല്ലൊരു പാട്ടുകാരിയാണ്. പക്ഷെ ഇപ്പൊ പാട്ടില്ല, വീട്ടിരിക്കണം തോന്നുന്നു. അതല്ലടാ മഞ്ചേരി വൃത്തത്തിന്റെ ലക്ഷണം പറയടാ. ശ്രതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാൻ രണ്ടക്ഷരം കുറഞ്ഞിടിൽ അത് മഞ്ചരിയായിടും. നിങ്ങൾ ഇപ്പോഴും എന്റെ പഴയ കുട്ടികളാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. സാറേ ഞാൻ പറഞ്ഞത് 8ാം ക്ലാസ് പഠിപ്പിച്ച പദ്യം പാടാ. കളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ കണ്ടിടാറുണ്ടോ ഞാൻ ആ കിളവൻ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചു കൊണ്ടങ്ങിഞ്ഞു നടപ്പത്. സാറേ ഞാൻ മിണ്ടകിൽ ഒന്നും തന്നെ മിഴിയും ചുണ്ടും വണ്ടി തണ്ടിന്റെ ദയർഹമാം ഞരക്കം മാത്രം കേൾക്കാം. മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോഴും ആ പഴയ വിദ്യാർത്ഥികളാ. ഇവിടെ തല്ലുകൂടരുത്. അത് പിന്നെ വേറെ സംശയമുണ്ട് സാറേ. സംശയം അന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, ഇപ്പൊ ചോദിക്കാലോ സാറിന്. സാറിന്റെ പേരെന്താണ്? എന്റെ പേര് താമരാശൻ. ഈ താമരാക്ഷൻ ഇതിന്റെ അർത്ഥം എന്താണ്? ഓ ഇതിന്റെയൊക്കെ മലയാളം സാറേ എന്നോട് അർത്ഥം ചോദിക്കും. അന്ന് നിനക്ക് ചോദിക്കാൻ ഈ അർത്ഥം പാടില്ല. ചോദിച്ച സാർ അടിക്കും. താമര എന്താണ്? താമര. താമര താമര താമര. അശം കണ്ണ്. കണ്ണ്. താമര പോലുള്ള അക്ഷമുള്ളവൻ താമരാക്ഷൻ എന്നാകുന്നു അർത്ഥം. അതെ. സാറിന്റെ കണ്ണ് ഉപ്പന്റെ കണ്ണല്ലേ? അപ്പൊ സാറിന് ഉൽപ്പലാക്ഷൻ എന്നല്ലേ ഇടേണ്ടത്? നല്ലൊരു ചടങ്ങാണ്. നല്ലൊരു എന്റെ വയസ്സേ നീ സംശയങ്ങള് പഴയ വിദ്യാർത്ഥിയാണ് നീ ഇപ്പോഴും. പഴയ വിദ്യാർത്ഥി അത് മറക്കരുത്. ഇല്ല, സാർ. മനസ്സിലായ? ആ, മനസ്സിലായി. അപ്പൊ എല്ലാരും ഇന്ന് ഇവിടെ കൂടിയിട്ട് നമുക്ക് അടിച്ചു വിളിക്കുന്നു. നല്ല ട്രീറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. സാറേ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു നീ, സതീശൻ കഞ്ഞിക്കുഴി. സാറേ നീ ഇപ്പൊ ഏത് മണ്ഡലത്തിലാടാ? അമ്പലപ്പുഴ മണ്ഡലത്തിൽ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ കണ്ടോ? ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി ഇന്ന് അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നും MLA ആയിട്ട് നിയമസഭയിൽ പോയിരിക്കുന്നു. നിങ്ങൾക്ക് അതിന് കഴിഞ്ഞു? MLA? MLA അല്ലേ? അമ്പലപ്പുഴ മണ്ഡലത്തിൽ. ഇല്ലില്ല, ഞാൻ അവിടെ അല്ല താമസിക്കുന്നത്. അമ്പലപ്പുഴയില് അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ താമസിക്കുന്നു. സാറിന് ഓർമ്മയില്ലേ? അല്ല മനസ്സിലായി. സോഷ്യലിനൊക്കെ പാട്ട് പാടിക്കൊണ്ടിരുന്ന സതീശൻ. ഈ രാഷ്ട്രീയത്തിലേക്കായിരുന്നല്ലോ അന്നും നിന്റെ കാൽവയ്പ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. സാറുമാരെ പറ്റി പാട്ടൊക്കെ എഴുതത്തില്ലായിരുന്നോ? പാട്ട് പാടത്തില്ലായിരുന്നോ? സാറുമാരെ പല പാട്ട് പാടിയന് സാർ എന്നെ പുറത്തിറക്കി നിർത്തിയില്ലേ? സാറന്മാരെ കളിയാക്കി ഇവ ഭയങ്കരമായിട്ട് പാട്ട് പാടുമായിരുന്നു. ഓർക്കുന്നു പൈസ നീ. സാറിനെ പറ്റി പാട്ടുണ്ടാക്കിട്ടല്ലോ നമ്മള് പണ്ട്. നീ മറന്നാ? ആ പാട്ടൊന്ന് പാടിയാ. ഏടാ പോടായിരുന്നു സാറിന് മുമ്പേ ചിത്രം മറന്നിട്ട്. പഴയ ഓർമ്മകൾ അയവർക്കണമെങ്കിൽ ഇതൊക്കെ പാടണം. ആ രസം. സാറേ പാടണോ? പാട്. വെറുതെ സാറിനെയും മറ്റേ അന്നമ്മ ടീച്ചറൊക്കെ പറ്റി. അതേത് പാട്ടായിരുന്നു? മറന്നുപോയാ? ഞാൻ പാടാം. പാടണ രസമല്ലേ സാറിന് ഇപ്പൊ കേൾക്കാൻ ഒരു മൂഡ് കാണുമല്ലേ? താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ താമരാക്ഷൻ സാറും അന്നമ്മ ടീച്ചറും പണ്ട് മുതലേ പ്രേമമാണ്. താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ താമരാക്ഷൻ സാറും അന്നമ്മ ടീച്ചറും പണ്ട് മുതലേ പ്രേമമാണ്. താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ സാറിന്റെ കണ്ണില് പുത്തിരി കത്തുമ്പോ അന്നമ്മ ടീച്ചർക്ക് പ്രേമമാണ്. സാറിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പോ അന്നമ്മ ടീച്ചർക്ക് ഭ്രമമാണ്. അങ്ങനെ പാട്ടുണ്ടാക്കില്ലായിരുന്നോ? എന്താല്ലേ അത്? ഇപ്പൊ ഞാൻ പാട്ടുകാരനായി. ഗാനമേളക്ക് പോകുന്നുണ്ട്, ഗസല് പാടുന്നുണ്ട്. ഗസല് പാടുന്നുണ്ട്. ഈ ബസ്സിലൊക്കെ പാടി നിനക്ക് എന്ത് കിട്ടാനാണ്? ഓ സാറേ ഗസല്. സാർ ഗസല് കേട്ടിട്ടില്ലേ? ഗസല് പിന്നെ ഉമ്പാടിയുടെ ഒക്കെ ഗസല് ഞാൻ ഒരുപാട് നല്ല കേട്ടിട്ടുണ്ട്. സ്റ്റൈലായിട്ട് പാടി ഞാൻ.
ഞാൻ. നല്ല ഗസലുകാരന് മുമ്പ് ഏതായാലും നീ വന്നാലേടാ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കാൻ വേണ്ടി വന്നതാ. ഗസൽ ഒരു പാട്ട് പാട്. ഗസൽ. ഇവൻ ഉമ്പായുടെ പാട്ട് ഉക്കറായിട്ട് പാടും. കഴിഞ്ഞ ദിവസം എറണാകുളം ടൗൺ ഹാളിൽ ഇവന് പാടി കഴിഞ്ഞപ്പോ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു കറക്റ്റ് ഉമ്പായി, കറക്റ്റ് ഉമ്പായി അല്ല ഉമ്പായി. സാറേ ഞാൻ ഇങ്ങനെ ഒപ്പിച്ചൊക്കെ പാടും ഒരുമാതിരിയൊക്കെ. പാട്ട് കഴിയുമ്പോ പലരും പറയാനുണ്ട് പാട്ട് ഉമ്പായി അല്ലല്ലേ? ഏതായാലും അതെ അതിങ്ങനെ പറയാം. ഉമ്പായിയുടെ പാട്ട്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് എന്റെ മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്റെ മകന്റെ ക്ലാസ്സിൽ പഠിച്ച് നിങ്ങൾ എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ആ പാട്ട് ഉമ്പായിയുടെ ഒരു ഗാനം പാട്. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണമ്മ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ. ഉമ്പായി കുച്ചാണ്ട് ഇത് മണിയുടെ പാട്ടില്ല, ആ കലാഭ മണിയുടെ പാട്ടില്ല. എന്നെ തുമ്പായി ഉണ്ടല്ലോ സാറേ. ഇവിടെ ഉമ്പായി അല്ലെങ്കിൽ സാറിന് ഉമ്പായുടെ പാട്ട് ഇത് തന്നെയാണ്. മണിയുടെ പാട്ടാണ്, ഇത് ഉമ്പായുടെ പാട്ടല്ല. അയ്യോ ഞാൻ വിചാരിച്ച ആ ഉമ്പായി പാടാനാണെന്ന്. ഉമ്പായുടെ പാട്ട് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത് സാറേ. പിരിയുവാൻ നേരത്തും കാണുവാൻ ആശിച്ച ഒരു മുഖം മാത്രം ഞാൻ കണ്ടതില്ല. അത് ഏത് മുഖമായിട്ട് വരും നീ അത് പറ. ഈ സാറിന് ഒരു തമാശ. നമ്മളെ ഇന്ന് സന്തോഷിക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത് ആണല്ലോ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്ത് കാണാം. അതൊന്നും ഇവിടെ കാര്യമാക്കരുത്. സാറേ പഴയ കാര്യങ്ങളൊക്കെ സാർ ഓർക്കുന്നുണ്ടോ? അയ്യോ അതൊക്കെ ഓർക്കാൻ വേണ്ടിട്ടല്ലടാ ഞാൻ നിങ്ങളെല്ലാരും കുട്ടി ഇങ്ങോട്ട് വന്നത്. എന്റെ പൊന്ന് സാറേ അങ്ങനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പണ്ടേ സാർ ക്ലാസ്സിലോട്ട് വന്നപ്പോ കസേരയില് സാറിന്റെ ബെഞ്ചില് അതുപോലെ ടെസ്റ്ററില് അതിനകത്തൊക്കെ നായങ്കരണ പൊടി വിതറിയിട്ട് സാർ അത് അറിയാണ്ട് കസേര കയറി ഇരുന്ന് സാറിന്റെ പുറമൊക്കെ ചൊറിഞ്ഞ് ടീച്ചേഴ്സ് റൂമിലൂടെ കടന്ന് ഓടി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയില്ലേ? ഓടിപ്പോയത് സാറേ നീയാണോ നായകര പൊടിയിട്ട്? ആ നായങ്കരണ പൊടി ഇട്ട് ഞാനാണ്. ഇന്നും എനിക്ക് ആ ചൊറിച്ചിൽ മാറിയിട്ട് പട്ടി ഞാൻ നിന്നൊക്കെ നോക്കി നടക്കരുത്. ഇതൊക്കെ എന്താടി സത്യം പറഞ്ഞ ഈ അടി വെള്ളം ഒരുപാട് മയിൽപ്പീലി വെച്ച് തലോടുന്ന പോലെ ഉണ്ട്. അത്രേ ഉള്ളു. പണ്ടത്തടിയല്ലേ അടി സാറിന്റെ. ഓ സാറിന്റെ പുറം അടിച്ചു പൊടിച്ചിട്ടുണ്ട്. സാറിന് കാണാ പാട് ചന്തിയിലെ പാടൊന്നും കാണിക്കട്ടെ പോട്ടെ. സാറ് പണ്ടെന്ന് പുസ്തകം കൊണ്ടുവരാത്ത എന്നെ അടിച്ച് സാർ ആ പാട് ഇപ്പോഴും നമ്മുടെ ഇവിടെ ഉണ്ട്. അത് പോട്ടെ, അത് വിട്ടുകളടാ. സാറിനെ പണ്ട് ഞാൻ കുളിക്കാത്തവനെന്ന് വിളിച്ചാൽ സാർ എന്റെ ചന്തിക്ക് അടിച്ച പാട് ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ ആര് കാണാൻ? ഇതൊന്നും അതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ വിട്ടുകളാ. കാണണ്ടല്ലേ? അതൊന്നും വേണ്ട, അതൊക്കെ പോട്ടെ. സാറടിച്ച പാടും എനിക്കുണ്ട്. എന്നാ പിന്നെ ഏതായാലും ആ പാടങ്ങോട്ട് കണ്ടു കളയാം. പാട് കാണാൻ സെക്കൻഡ് ഞാൻ തേട്. ഇവിടെ നിങ്ങൾ വലിയ ശല്യമാണല്ലേടാ നിങ്ങൾ. നമ്മൾ എന്തിനാ വന്ന ഇവിടെ? അത് വേണ്ട, അതൊക്കെ പിന്നീട് ആണല്ലേ. സാറേ കണ്ടോ അവന്റെ ആക്രാന്തം കണ്ടോ? സംഭവം കണ്ടോ? ഇത് തന്നെയാണ് സംഭവം. സാറേ ഇവിടെ സംശയം സാറേ. സാറേ ഇവിടെ സംശയം. എടാ നീ എന്നെ എന്ത് വേണോ പറഞ്ഞു. നീ പെണ്ണിനെ എന്നോട് കൂട്ടി പറഞ്ഞ പെണ്ണിനെ കിട്ടി നീ ഇപ്പം ആറ് തല്ലിയതാ, ആറല്ലേടാ തല്ലിയത്? ആറ് കാണുന്നത് നീ എന്തിനാ കാണാൻ പോയത്? സാറ് അവിടെ ദേഹത്ത് ആട് കാണും. അതിന് നീ കാണാൻ പോകുന്നത് എന്തിനാ? 12ാം മസജം സദന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം. ഇപ്പോഴും നീയൊക്കെ എന്റെ വിദ്യാർത്ഥിയാണ്, അത് മനസ്സിലാക്കും. സാർ ഞാൻ വേറെ സംശയം ചോദിച്ചോട്ടെ. സാർ പണ്ടൊരു 15 രൂപ രചന ബുക്ക് മേടിക്കാത്തതിന് സാർ എന്നെ വെളിയിറക്കി വിട്ടായിരുന്നു. സാർ എൻ്റെ അച്ഛൻ കല്ലുമണിക്ക് പോയിട്ടാണ് എന്നെ സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നത്. ആ 15 രൂപ ഇല്ലാത്തതുകൊണ്ട് സാറിനെ ഇറക്കി വിട്ട്. സാർ ഈ രചന ബുക്ക് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? സാർ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കും. സാർ എന്തിനാണ് സാർ എന്നെ കൊണ്ട് ആ രചന ബുക്ക് എഴുതിപ്പിച്ചത്? സംശയമാണ്. നീ ചോദിച്ചു, സംശയം നല്ലതാണ്, പക്ഷെ അത് വേണ്ട. എന്തിനാണ്? അത് ശരിയാവില്ല. അതുകൊണ്ട് സാർ വേണ്ട, അത് ഒരുമാതിരി കേട്ടാ. അതാ സാറേ അവൻ എല്ലാ കാര്യത്തിലും സംശയാ. എന്റെ അവന് സംശയമാണ് എല്ലാ കാര്യത്തിലും. സുഖു നിങ്ങൾ ബഹളം വെക്കാതെ. സംശയമൊന്നുമില്ല, നമ്മളൊരു നല്ല കാര്യത്തിന് വന്നതല്ലേ. ഇതിപ്പോ അലമ്പായി കളയൂല നിങ്ങള്. ഇവൻ രാത്രി 10 മണി തൊട്ട് ഏതാണ്ട് നേരം വിളിക്കുന്നവർ വരെ ഫോണിൽ എന്റെ ഭാര്യയെ വിളിക്കാൻ സംശയം തീർക്കാൻ വേണ്ടി. മാടപ്രാവിന്റെ മുഖമുള്ള ഏത് മാടപ്രാവിന്റെ ഹൃദയം? ഏത് മാടപ്രാവിന്റെ ഹൃദയം? നീ സാറേ ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ ഇതിനു വേണ്ടിയാ വന്നത്. സാറിനെ കാണാൻ വന്നത് ഞാൻ ഇതിനാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്ത്? സ്കൂളിൽ പഠിക്കണം മണി വീണ എന്റെ മകൻ മരിച്ചത്. സ്കൂളിൽ ബെല്ലടിക്കണം മണിയാത്. അവന്റെ പടം നിങ്ങൾ നോക്കണം. അവനെ ഓർത്തുകൾ നിങ്ങൾ ദൈവത്ത് വഴക്കുണ്ടാക്കരുത്. സാറേ യവനെ ഞാൻ അടിക്കും. യവനെ ഞാൻ അടിക്കും. വഴക്കിടല്ലേ? യവനെ താടി വലിച്ചു ഇവളുമായിട്ടുള്ള ബന്ധം പറഞ്ഞു തീർക്കണം. എനിക്കതേ പറയാനുള്ളൂ. ഇവളുമായിട്ടുള്ള ബന്ധം പറഞ്ഞു തീർക്കണം. നീ ആരാ പറയുന്നത്? നീ കൈ കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. ഇതൊരു നല്ല ചടങ്ങാണ്. തീരുമാനം പറയണം. എല്ലായിടത്തും അടി തന്നെയാണല്ലോ. എടാ പിയൂടെ, എന്റെ മകന്റെ തലയിവിടാൻ മണിയില്ലേ, അതുകൊണ്ട് എടുത്തോണ്ട് വാ. എന്തിനാ സാറേ? ഞാൻ എന്റെ തലക്കടിച്ച് ചാകട്ടടാ. മലയാളിത്തമുള്ള നായികയായി അഭിനയ രംഗത്തെത്തി ടെലിവിഷൻ പരമ്പരകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്നത്തെ അതിഥി. ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളികളുടെ പ്രിയപ്പെട്ട ചിപ്പി.
വെൽക്കം ടു കോമഡി സൂപ്പർ നൈറ്റ് 2. താങ്ക് യു. ഇനി തണുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുന്നു. തണുപ്പ് ഒരു ടെൻഷൻ കൊണ്ടാ. സോഫ്റ്റ്നെസ് ഉള്ളതാ. സോഫ്റ്റ്നെസ് ഉള്ളതാണ്. ഏത് സോപ്പാണ്? അതൊന്നും പറയില്ല. അത് പറയില്ലേ, കുശുംബിയാണ് കേട്ടോ. ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച ആളാണ്. എന്തിനത്ര ടെൻഷൻ? എന്നാലും നമ്മളൊരു പുതിയ സ്ഥലത്ത് വരുമ്പോൾ എനിക്കൊരു ടെൻഷൻ. അതിപ്പോൾ ഷൂട്ടിന് പോവാണെങ്കിലും അല്ലെ മീൻസ് സിനിമയുടെ എന്തിനു പോവാണെങ്കിലും ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. സിനിമയ്ക്കൊക്കെ ആണെങ്കിൽ അത് 2 ദിവസം നീണ്ടു നിൽക്കും. ഇതിപ്പോൾ ചെറിയ ഷോ ആയതുകൊണ്ട് 10 മിനിറ്റ്. ഇവിടെ പക്ഷെ ടെൻഷനേ വേണ്ട. ഇവിടെ കണ്ടില്ലേ കോമഡി. ഇവിടെ ഭയങ്കര ചിരിക്കൊട്ടാരമാണ്. എല്ലാരും ചിരിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനും ചിരിക്കാൻ വേണ്ടി വന്നതാ. ഇപ്പൊ ചേച്ചിന്റെ ഒരുപാട് വിശേഷങ്ങൾ അറിയണം. കുറെ മണ്ടത്തരങ്ങൾ ഞാനും പറയും, ചേച്ചിയുടെ മണ്ടത്തരങ്ങൾ ചേച്ചിക്കും പറയാം. അത് കേൾക്കാൻ ഇവിടെ എല്ലാരും ഇരിക്കുന്നുണ്ട്. ശരിക്കുള്ള പേരാണ് ചിപ്പിന്ന്? ദിവ്യ എന്നാണ് ശരിക്കുള്ള ചിപ്പിന്ന് വീട്ടിൽ വിളിക്കുന്നത്. അതെങ്ങനെ ചിപ്പിയിലേക്ക് മാറി? ചിപ്പിയിലേക്ക് മാറിയതല്ല, ചിപ്പിന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അപ്പം ഭരതൻ അങ്കിളിനും ലളിതാൻറ്റിക്കും ഒക്കെ അതായിരുന്നു അറിയാവുന്നത്. അവർക്ക് ദിവ്യ എന്നുള്ള പേര് അറിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ സിനിമയിൽ ചിപ്പി സിനിമയിൽ വന്നപ്പോൾ ആർക്കും ഇല്ലാത്തൊരു പേരല്ലേ. അതുപോലെ നമുക്ക് എല്ലാവർക്കും ചേച്ചിനെ കാണുമ്പോൾ തോന്നുന്ന കാര്യം, നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മറ്റൊരു ആക്ട്രസ് ആണ് മോനിഷ. അതുപോലെ തന്നെയാണ് ചേച്ചിനെ കാണാൻ. അപ്പോൾ പണ്ടൊക്കെ എല്ലാവരും അങ്ങനെ പറയുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുക? പണ്ട് ഞാൻ സിനിമയിൽ പാതയം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറയായിരുന്നു. അപ്പം കത്തുകളൊക്കെയാണ് വരുന്നത്. ഇപ്പോഴല്ലേ മെയിലും വാട്സാപ്പും ഒക്കെ വരുന്നത്. അപ്പോൾ ഒക്കെ കത്തുകളാണ്. അപ്പം അതിലെല്ലാവരും റിലേറ്റീവ് ആണോ, ഭയങ്കര ചായ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമായിരുന്നു. പിന്നെയും മോനിഷനെ നേരിട്ട് പരിചയമുള്ള പലരും അപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല. ആ സമയത്തുള്ള സിനിമകളെല്ലാം എടുത്തു നോക്കി ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. പിന്നെ ശ്രീദേവി ആന്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്നാലും മോനിഷയെ പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണലി എന്താണ് തോന്നുന്നത്? പേഴ്സണലി എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. ചോദ്യം ചോദിച്ചത്. അപ്പോ അതുപോലെ ഇരിക്കുന്നു പറയുമ്പോ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നല്ല സുന്ദരിയാണ്. ആദ്യ സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? പാതയത്തിലേക്കുള്ള വരവ് ലളിതാൻറ്റിയാണ് എന്നെ അങ്കിളുടെ അടുത്ത് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ പക്ഷെ അത് ആൻറ്റിക്ക് എന്നെ അറിഞ്ഞുകൊണ്ടല്ല, ആൻറ്റിക്ക് അറിയില്ലായിരുന്നു. ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ റിലേറ്റീവാണ്. അപ്പോൾ അങ്ങനെ വെറുതെ സംസാരിച്ച കൂട്ടത്തിൽ അപ്പോൾ ആ ആൻറ്റി ലളിതാൻറ്റിയോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടിയുണ്ട് ലളിത, സിനിമയിൽ എടുക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയില്ല, അതുപോലെ പറഞ്ഞതാ. പക്ഷെ ആ സമയത്തായിരുന്നു പാതയത്തിന് വേണ്ടിയിട്ട് അങ്കിള് ന്യൂ ഫേസിനെ നോക്കുന്ന സമയം. അപ്പോൾ ഈ പ്രായം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു ഫോട്ടോസ് ഇതാ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഫോട്ടോ കണ്ടു. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് അങ്കിള് തന്നെ ആളെ വിട്ടു. അപ്പോൾ വീഡിയോയും കണ്ടു. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഞെട്ടിയോ? അതായത് ഏറ്റവും കോളേജിലെ വീട്ടിലൊക്കെ പാവം കുട്ടിയാണ്. ഇത്രയും പാവം കുട്ടീനെ പെട്ടെന്ന് സിനിമയിലെടുത്തു. അതെ, സിനിമയിലെടുത്തു, എന്നെ സിനിമയിലെടുത്തു എന്നൊക്കെ പറയില്ല. അതുപോലെ ഞെട്ടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഞെട്ടലൊന്നും അല്ല, അതിനെക്കാട്ടുള്ള വലിയ. കാരണം ഞങ്ങളുടെ കുറേ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അവരൊന്നും ആരോടും പറഞ്ഞില്ല. കാരണം ഇനിയിപ്പോൾ സിനിമ വരുമ്പോൾ മാറ്റിയാലോ, എല്ലാം കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത്രയും കാരണം ഞാനും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതിന് മുന്നേ. സ്കൂളിലോ കോളേജിലോ ഒന്നും ഒരു പ്രോഗ്രാംസിനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് സ്റ്റേജിലോ ഒന്നും ചെയ്യാത്ത ഒരാൾ ആരും പ്രതീക്ഷിക്കില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ സിസ്റ്റർ ഭയങ്കര സ്പോർട്സും ആർട്സും ഒക്കെ ആയിട്ട് സ്കൂളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയം. അപ്പോൾ എല്ലാവരും വിളിച്ചപ്പോൾ ചോദിച്ചു, അനിയത്തിയുടെ പേര് മുത്തം എന്നാണ്. അപ്പോൾ എല്ലാവരും ചിപ്പി മുത്തം, ദൃശ്യ, ദിവ്യയും ദൃശ്യയും. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ചോദിച്ചു, അമ്മയടുത്തൊക്കെ ചോദിച്ചു, ചേച്ചി ചിപ്പിയാണോ മുത്തിനെയാണോ, അങ്ങനെയായിരുന്നു ഡൗട്ട്. അപ്പോൾ എന്നെന്ന് പറഞ്ഞപ്പോൾ
ആ ഒരു ലൈനായിരുന്നു. പക്ഷെ സിനിമ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും കൊള്ളാന്ന് പറഞ്ഞു. മമ്മൂക്കാന്റെ കൂടെയാണ് അഭിനയിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു, മകളായിട്ടാണ്? ഇല്ല, ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇതിപ്പോ സിനിമ എന്താന്ന് തന്നെ അറിയില്ല. അതെ, നമ്മളിപ്പോ ഇവിടെ വരുമ്പോ നമുക്ക് എനിക്കൊരു ടെൻഷൻ ഞാൻ ആദ്യം പറഞ്ഞ, പിന്നെ നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞു വരുമ്പോൾ ഉള്ളൊരിതാണ്. നമ്മൾ ആദ്യം നമുക്ക് ഒന്നും അറിയാതെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, നമ്മൾ വളരെ കൂളായിരിക്കും. ഒന്നിനെ പറ്റി ബോധേടല്ലേ? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോഴും എന്നെ ആക്ച്വലി വേണുമക്കൾ, നെടുമുടി വേണുമക്കൾ കുറച്ച് നാൾ മുമ്പ് പോലും കണ്ടപ്പോൾ എന്നെ കളിയാക്കിയേ. എന്നിട്ട് തന്നെ എന്തുവായിരുന്നു ആ പാതയത്തിന്റെ ലൊക്കേഷനിൽ നിന്റെ സ്വന്തക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. കാരണം അതൊരു വെക്കേഷൻ ടൈം ആയിരുന്നു ഷൂട്ട്. അതും മമ്മൂക്കനെ കാണാൻ, അപ്പോൾ ഏറ്റവും അടുത്ത് കാണാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ റിലേറ്റീവ്സ് ഒരുപാട് പേര് ആ സമയത്ത് കൊടൈക്കനാലും എല്ലാം കൂടെ ആയപ്പോൾ അവർ ഹോളിഡേയ്സ് എല്ലാവരും കൊടൈക്കനാലും ആഘോഷിച്ചു മമ്മൂക്കനെ കാണാൻ വേണ്ടി. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ സിനിമയിൽ ഇതിന് പാതയത്തിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ഞാനിതുപോലെ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞു മമ്മൂട്ടിയെ കണ്ടൂടെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ മനസ്സിലായല്ലോ സിനിമ ഇങ്ങനെയാണ് ഷൂട്ട്. അതൊക്കെ കുറെ സിനിമ കഴിഞ്ഞപ്പോഴേ മനസ്സിലായുള്ളൂ. വെരി ഗുഡ്, അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ സിനിമയിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു? അച്ഛനായിരുന്നു, അമ്മയായിരുന്നു? അച്ഛനും അമ്മയും എല്ലാവരും. ഞങ്ങളുടെ ഫാമിലി മൊത്തം, റിലേറ്റീവ്സ് എല്ലാവരും. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞു തന്നതാണ്. കാരണം ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്, ഒരുപാട് കഴിവുള്ള ഒരുപാട് പേർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോ നീ ചെയ്ത് നോക്ക്, കൊള്ളത്തില്ലെങ്കിൽ നിന്നെ എന്തായാലും പറഞ്ഞു വിടുമല്ലോ. അതായിരുന്നു ലൈൻ കേട്ടോ. അല്ലാതെ നീ ചെയ്ത് ഭയങ്കര സംഭവം ഒന്നും പറഞ്ഞില്ല, നീ ചെയ്ത് നോക്ക്, അവർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുവാണെങ്കിൽ. പക്ഷെ അത് ഞാൻ എപ്പോഴും പിന്നെ പറയും. കാരണം ഇപ്പോൾ നമ്മൾ ഒരു പുതിയ ഒരു ആർട്ടിസ്റ്റിനെ എടുക്കുമ്പോൾ തന്നെ ഓഡിഷൻ വെച്ച്, കാരണം ഇപ്പം നമ്മുടെ പ്രോജക്റ്റുകളിലേക്കാണെങ്കിൽ തന്നെ ഓഡിഷനൊക്കെ വെച്ച് ചെയ്യിച്ചു, സീൻ ചെയ്യിപ്പിച്ച് നോക്കി, അല്ലെങ്കിൽ പാട്ടിൻ്റെ ചെയ്യിപ്പിച്ച് നോക്കി, അങ്ങനെയൊക്കെ ചെയ്യിച്ച് നോക്കിയെങ്കിൽ എന്നെ ആദ്യമേ പറഞ്ഞു വിട്ടേനെ. ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ ഓഡിഷൻ ഇല്ലാഞ്ഞതൊരു ഭാഗ്യം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതിനുശേഷം സ്ഥാനക്കയറ്റമാണോ സ്ഥാന ഇറക്കമാണോ അതെന്താന്ന് എനിക്കറിയില്ല, വീണ്ടും അഭിനയിച്ചു മമ്മൂക്കന്റെ സിസ്റ്റർ ആയിട്ട്. അതെ അതെ, രണ്ട് സിനിമകൾ ചെയ്തു. നമ്പർ 1 സ്നേഹതീരം. അപ്പൊ മകളിൽ നിന്ന് പെട്ടെന്ന് അതൊരു പെങ്ങളിലേക്കുള്ള ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ സ്ഥാന ഇറക്കം. എനിക്ക് പ്രായം കൂടിയതായിരിക്കും. അപ്പൊ സ്ഥാനക്കയറ്റം നമുക്ക് ഇറക്കാന്ന് പറയണ്ട, സ്ഥാനക്കയറ്റം. അവിടെയും വലിയൊരു ഗ്രൂപ്പായിരുന്നു. അതൊരു വലിയ ഗ്രൂപ്പായിരുന്നു, ഹിറ്റ്ലറിന്റെ ലൊക്കേഷൻ പ്രത്യേകിച്ചും. ഹിറ്റ്ലറിന് കുറെ പെൺകുട്ടികളെ ഒരു പടയായിരുന്നു. ഈ പറഞ്ഞ പോലെ മേക്കപ്പിന്, ഡ്രസ്സിന്റെ അവിടെ ഒക്കെ ബഹളമായിരുന്നു. പക്ഷെ അതും സെറ്റ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഫുൾ ഈ കളികളും ഒക്കെ ആയിരുന്നു. ഷോർട്ട് സമയത്ത് എല്ലാവരും വന്ന് വളരെ സീരിയസ് ആയിട്ട് നിൽക്കുമെങ്കിലും അല്ലാത്ത സമയത്ത് അവിടെ അന്താക്ഷരി, ഡംഷറാട്സ് ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസം. അന്താക്ഷരി ഒക്കെ ആ സെറ്റിൽ എല്ലാവരും കളിക്കുമല്ലേ? മമ്മൂക്കയും കൂടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരണം. നന്നായി. ഒരു പാട്ട്, ഒരു 4 എനിക്ക് പാടാൻ അറിയില്ല. പാടാൻ അറിയാത്തവരെല്ലാരും ഇവിടെ ഒന്ന് പാടും. സത്യം. അൻസിബ പാടിത്തരും എനിക്കൊരു പാട്ട്. ആദ്യം ഗസ്റ്റ് പാടണം, എന്നിട്ട് പിന്നെ ഹോസ്റ്റ് പാടും. നമുക്ക് മുന്നോട്ട് പോട്ടെ, ഇനി ഉണ്ടല്ലോ. അല്ല, മൈക്ക് എവിടെ? മൈക്ക് വേണ്ട. കാറ്റേ നീ വീശരുതിപ്പോ, കാറേ നീ പെയ്യരുതിപ്പോ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പോ. കാറ്റേ നീ വീശരുതിപ്പോ, കാറേ നീ പെയ്യരുതിപ്പോ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പോ. മതിയോ? മതി. ഇതിൽ കൂടുതലൊരു പാട്ടിനെ കൊല്ലാൻ പറ്റില്ല, അതുകൊണ്ട്. എന്തായാലും വളരെ മനോഹരമായി തന്നെ പാട്ട് പാടി. ഞാൻ ശരിക്കും വിചാരിച്ചത് ഈ ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പു എന്നൊക്കെ പറഞ്ഞപ്പോ രഞ്ജിത്തേട്ടൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കാണിക്കായിരുന്നു. ഫോട്ടോ കിട്ടിയില്ല. പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം, മുത്തച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. എന്താ സൂരജ് ഇത്? മുത്തച്ചിപ്പി പാട്ടൊക്കെ ചേച്ചിയല്ലേ വന്നിരിക്കുന്നേ? അതെ. അപ്പൊ ഒരു പഞ്ചായിക്കോട്ടെ പാട്ടിട്ടാ. നമസ്കാരം. ഓ നമസ്കാരം. മനസ്സിലായോ? ആളെ മനസ്സിലായോ? മനസ്സിലായില്ലേ? മനസ്സിലായില്ല? താരടി പ്രാന്തൻ.
ഞാൻ ഭ്രാന്തനൊന്നും അല്ല. പിന്നെ? ഞാൻ സൂരജിന്റെ ചിറ്റപ്പനാണ്. വലിയ ചിത്രകാരനാ, വലിയ ചിത്രകാരനാ. എന്നെ പിന്നെ വലിയ ഞാൻ സൂരജിന്റെ കൂടെ വന്നെന്നും പറഞ്ഞ് എന്നെ ഒരു നിസ്സാരക്കാരനായിട്ടാരും കാണരുത്. പിന്നെ എന്നെ ഒരു സാധാരണക്കാരനായിട്ട് കണ്ടാൽ മതി. ഇനി ഒരു കുഴപ്പമില്ല. ഭയങ്കര ചിത്രകാരനാ, ഭയങ്കര ചിത്രകാരൻ. അല്ല പേരെന്താ? എന്റെ പേര് ചിത്തരഞ്ജൻ കോടാലി. കോടാലിയോ? കോടാലി വീട്ടുപേരാണോ? വീട്ടുപേരല്ല. പിന്നെ? വലിയ വലിയ ചിത്രകാരന്മാർക്ക് പിക്കാസ് എന്ന് പേരിടാന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ട ഒരു ചിത്രകാരന് കോടാലി എന്നെങ്കിലും വിട്ടില്ലെങ്കിൽ മോശമല്ലേ? അല്ലേ? അതാണ്. അപ്പൊ ചിറ്റപ്പന്റെ വാസനയാണ് ഈ സൂരജിന്. അതെ. ദൈവമേ, ഇങ്ങനെയുള്ള വാസന എന്താണ് എനിക്ക് കിട്ടുന്നത്? 10-15 ദിവസമായിട്ട് കടിനറയും കുളിയൊന്നുമില്ലാത്ത ഇങ്ങനെയുടെ വാസന ദൈവം തമ്പുരാൻ പോലും സഹിക്കത്തില്ല. ഇതല്ലേ ഈ കൊച്ചുകുഞ്ഞായ ഞാൻ എങ്ങനെ സഹിക്കാനാ? ആ വാസനയുടെ കാര്യമല്ല ചോദിച്ചത്. ഇത് ചിറ്റപ്പനെ പോലെ മോനും പടം വരയ്ക്കുമോ? വരയ്ക്കും. ഞാനിങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന്റെ സൈഡില് ചിലപ്പോ വന്നിരിക്കും ഇങ്ങനെ ഈ മീൻ വരയ്ക്കുന്നോടത്ത് പൂച്ച വന്നിരിക്കുന്ന ഇങ്ങനെ. അങ്ങനെ ഒരുപാട് പടങ്ങൾ ഇവനിങ്ങനെ വരയ്ക്കും. ഒരു ദിവസം ഇവൻ ഇങ്ങനെ ഒരു പടം വരച്ചു. അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ അവന്റെ ആ പടത്തിലങ്ങ് മുഴുകിപ്പോയി. അന്ന് ഇവന്റെ വിറയാർന്ന കൈകളിലേക്ക് ആദ്യമായി ഒരു ബ്രഷ് എടുത്ത് കൊടുത്തത് ഈ ചിറ്റപ്പനാ. എടുത്തതാണെന്ന് ഒക്കെ ശരിയാണ്, പക്ഷെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നേ. പ്രോത്സാഹിപ്പിക്കണ്ടേ? നമ്മുടെ കുടുംബത്തിലുള്ള കൊച്ചുകുട്ടി വരയ്ക്കുമ്പോ നമ്മളല്ലേ അത് പ്രോത്സാഹിപ്പിക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ആദ്യമൊക്കെ വരയ്ക്കുമ്പോ എല്ലാവർക്കും തെറ്റ് വരും. ഇവനെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾക്കറിയാം, ദുബായിൽ പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഫസ്റ്റ് മേടിച്ചൊരു അവാർഡ് മേടിച്ചൊരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് അവാർഡ് പോലും മേടിക്കാൻ പോകാൻ പറ്റില്ല ഇവന്റെ ഒറ്റ വര കാരണം. അറിയോ നിങ്ങൾക്ക്? എന്റെ കാട്ടിയെന്നോ ഈ അവാർഡ് മേടിക്കാൻ ദുബായി പോകുന്നതിന്റെ തലേ ദിവസം എന്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയപ്പോ എന്റെ ഫോട്ടോയ്ക്ക് അത് വലിയൊരു കോംപ്രമൈസ് കണ്ട് പുരുകോ പരത്തി വെച്ചിട്ട് ഇവൻ എന്നോട് ചോദിക്കുക, എങ്ങനെയുണ്ട് ചിറ്റപ്പ കംസൻ? എന്റെ ജീവിതം വഴിമുട്ടിച്ചവനായി. ചേട്ടൻ വലിയ വലിയ കോമ്പറ്റീഷൻ ഒക്കെ പോയിട്ടുള്ള ആളല്ലേ? പിന്നാലേക്ക് പോയിട്ടുണ്ടോ? അയ്യോ, പിന്നാലെ പോയിട്ടുണ്ടോ? എത്ര പെണ്ണുങ്ങളെ പിന്നാലെ പോയിരിക്കുന്നറിയാവോ? എന്തൊക്കെ വിളിച്ചു പറയുന്നത്? ഇവൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യല്ലോ കേട്ടോ. ഞാൻ ഒരുപാട് പെണ്ണുങ്ങളൊന്നും പിന്നാലെ പോയിട്ടില്ല. ആകെ പാടെ ഒരു പെണ്ണിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. അവളാണ് വീട്ടിൽ നിൽക്കുന്ന ഇവന്റെ ചിറ്റമ്മ. ഭയങ്കര കലാകാരിയാ. ചിറ്റമ്മ വരയ്ക്കും. വരയ്ക്കും. ചിറ്റപ്പനെക്കാളും സൂപ്പറായി വരയ്ക്കുന്നത് ചിറ്റമ്മയാണ്. ചിറ്റമ്മ മുറ്റത്തൊക്കെ അങ്ങനെ ഇറങ്ങും, ഒരു വര അങ്ങ് വരയ്ക്കും. ചിറ്റപ്പനോട് അതിൽ കയറി നിൽക്കാൻ പറയും. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുട്ടുകാരെ ഞാൻ കയറ്റി കളയുന്നു. അങ്ങനെ നല്ല പറയാ. ചെറുതായിട്ടൊക്കെ വരയ്ക്കും അവള്. അങ്ങനെയുള്ള എല്ലാരും നല്ലവണ്ണം വരയ്ക്കും അല്ലേ? വരയ്ക്കും. ഞാനും വരയ്ക്കല്ലോ. വരയ്ക്കോ? എവിടെ? മോഡേൺ ആർട്ട് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. പട്ടം പറത്തുന്ന കുട്ടി. പട്ടം പറത്തുന്ന കുട്ടി. അതെ, മോഡേൺ ആർട്ടാണേ. കാണിച്ചു കൊടുക്കും, എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. പട്ടം പറത്തുന്ന കുട്ടി. പട്ടം പറത്തുന്ന കുട്ടി. ഇതിലൊരു വര മാത്രമേ ഉള്ളല്ലോ. ഇത് ഇങ്ങനെ പിടിക്കണം. അങ്ങനെ വര മാത്രമേ ഉള്ളല്ലോ. പട്ടം എവിടെ? പട്ടത്തെ ഇതിന്റെ മേലെ. അപ്പൊ കുട്ടിയോ? കുട്ടി ഇതാ ഇതിന്റെ അടിയിൽ. മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി വലിയൊരു ചിത്രകാരന്റെ മരുമോ. അല്ലല്ല ചേട്ടാ, അങ്ങനെ പറയല്ലേ. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഈ മോഡേൺ ആർട്ടൊക്കെ കാണുമ്പോ കാണാറുണ്ട് അതിന് താഴെ സിഗ്നേച്ചർ ഉണ്ടാവും. അതെന്തിനാ? സംശയങ്ങളാണ്. അതെ, മോഡേൺ ആർട്ടിന്റെ താഴെ സിഗ്നേച്ചർ ഉണ്ടാവും. മോഡേൺ ആർട്ട് താഴത്ത് ഒപ്പിടുന്ന സംഭവം. ഞാനും ഇതുപോലെ ഒരുപാട് അന്വേഷിച്ച് നടത്തുന്നുണ്ട്. ഇത് തന്നെ സംഭവം എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. എന്താ സംഭവം വേറൊന്നുമല്ല. ഈ മോഡേൺ ആർട്ടിന്റെ അടിയിൽ ഒപ്പിടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ അടിവശം എവിടെയാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മോഡേൺ ആർട്ട് അല്ലേ എന്നതാ വലിച്ചു വാരി വെച്ചേക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് ഒപ്പിടുന്നത്. അയ്യോ, സെക്യൂരിറ്റി എത്തിയല്ലോ. ഹലോ, നമസ്കാരം. പോലീസുകാരൻ സെക്യൂരിറ്റിയാണ്. നമസ്കാരം. നിങ്ങളാണ് പുറത്തൊരു പടം വരച്ച് വെച്ചിരുന്നേ? അതെ. അയ്യോ, ആ പടത്തിന് കാവൽ നിൽക്കുമായിരുന്നു ഞാൻ. പടത്ത് കാവൽ നിൽക്കാൻ നീ ആരാ? ജന്മിയോ? അങ്ങനല്ല, നിങ്ങൾ വരച്ച പടത്തിന് കാവൽ നിൽക്കുമായിരുന്നു ഞാൻ. നിൽക്കേണ്ടി വരും. അതെ, ഈ കാവൽ നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇങ്ങനെ ചായയും കുടിച്ചോണ്ട് ഇരുന്നപ്പോഴത്തേന് ഒരു ജനത്തിരക്ക്. അപ്പൊ ഈ സംഭവം എന്താണെന്നറിയാൻ ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഈ പടത്തിന് ആവശ്യക്കാരേറി ഈ പടം വേണോന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അപ്പൊ ഞാൻ ആ പടം എടുത്തു കൊടുത്തു. നേരെ എല്ലാം കൂടെ ലേലം എടുത്തൊരു 10,000 രൂപ വരെ ഒപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്നറിയോ? ഞാനൊരു പുറത്ത് വിൽക്കാൻ വേണ്ടിട്ട് ഒരു പടം വരച്ചു വെച്ചിട്ടുണ്ട്. കാലിൽ ദർഭമുന കൊള്ളുന്ന ശകുന്തള. എനിക്കറിയാം. എന്നാ ലൈഫ് എന്നറിയാം പടത്തിന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ജീവനുള്ളൊരു പെൺകുട്ടി നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കൂ. എനിക്ക് എന്റെ മനസ്സിൽ കുറഞ്ഞത് ഒരു 5,000 രൂപയ്ക്ക് അത് അങ്ങോട്ട് ഒപ്പിച്ച് കൊടുക്കാമല്ലോ. ഈ പെണ്ണിന്റെ അല്ല, ഒരു പെണ്ണിന്റെ പടം ഇല്ലേ? ആ ദർഭമുന കൊണ്ടുന്ന ശകുന്തളയുടെയാ. അതെ, അത് ഞാൻ എടുത്ത് ആദ്യം അവർക്ക് കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു മൗംഗ്ലിയുടെ പടം വേണമെന്ന് പറഞ്ഞ് ചുരുട്ടി കൂടി ദൂരെ കളഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് വേറൊരു പടം ഒരു ക്യാൻവാസിനകത്ത് ഒരു മോഡേൺ ആർട്ട് താഴെ കിടന്നു. ചേട്ടാ, ശകുന്തളയല്ലാതെ പിന്നെ അതെന്നാ മോഡേൺ ആർട്ടാ? ഈ സാധനത്തിനാണ്
ഞാൻ 10,000 രൂപ ലേലം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിന് 10,000 രൂപയോ? 10,000 രൂപ. എടോ 10,000 രൂപ കൊടുത്തിടത്തേക്ക് പിന്നെ നേരെ തന്നെ കൊടുക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ കൊടുക്കും. ഇത്രയും വലിയ ഒരു കലാരൂപം 10,000 രൂപയ്ക്ക് കൊടുത്ത നഷ്ടമല്ലേ? ഞാൻ പറഞ്ഞു 20,000 രൂപ 1 രൂപ കൊടുക്കാൻ തരുന്നത്. ഞാൻ പറഞ്ഞു എന്തിനാ 20,000 രൂപ ഒന്നും വേണ്ടത്? 10,000 രൂപയ്ക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാസൃഷ്ടിയാണിത്, ഇതിന് വില കുറച്ച് കാണല്ലേ? സുഹൃത്തെ, നിങ്ങൾക്ക് നഷ്ടമാണ്. ഒന്നും പറഞ്ഞുകൂടെ? അതെ, അതിന് അത്രയും കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കാൻ പാടില്ല. സംഭവം ഇത് എന്നെ സംഭവിച്ചെന്നറിയോ? ഞാൻ വരച്ചത് മറ്റേ കാല ഗർഭവനെ കൊള്ളുന്ന ശകുന്തളയുടെയാണ്. പക്ഷെ ഈ ക്യാൻവാസിലോട്ട് അവിടെ ഇരുന്ന പെയിന്റ് എല്ലാം കൂടെ മറിഞ്ഞു വീണപ്പോ ഞാൻ ഇതെല്ലാം കൂടെ കൈക്ക് തൂത്ത് കളഞ്ഞല്ലേ. ഇതിന് 10,000 രൂപ കിട്ടിയാ എനിക്കെല്ലാം കഴിക്കുവോ? ഇടോ അവര് പോയോ? ഇതുപോലെ വേറെ വീട്ടിലുണ്ടെന്ന് അവിടെ നിൽക്കുന്നത്. സൂരജ് എന്നെ നോക്കി നിൽക്കുക. 10,000 രൂപയ്ക്ക് വേറെ തരാം. എന്റെ വീട്ടിൽ ഇനി ഇരിപ്പുണ്ട്. എന്താ ഒരു കൈസഹായം ഞാൻ ചെയ്തു കൊടുത്തു. അല്ലാതെ ഞാൻ കുറച്ച് തിരക്കായിരുന്നു. ഇച്ചിരി പണി കൊണ്ടോണ്ട് ഞാൻ നേരത്തെ പറയാൻ കേട്ടു. എന്നാലും വന്ന സ്ഥിതിക്ക് എൻ്റെ ഒരു സപ്പോർട്ടാണ്. ഇരിക്കട്ടെ. ഞാൻ പിന്നെ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ വൈഫ് സൈനമയ്ക്ക് ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനിയും വരണം. നമുക്ക് കാണണം എപ്പോഴും. സിനിമയിലും ഒക്കെ ആയിട്ട് വരണം ഇങ്ങനെ TV കേട്ടോ. ഓക്കെ, ഞാൻ വിട്ടോട്ടെ. എത്ര തിരക്കുകളുണ്ടായിരുന്നു. ശരി. ഇതുപോലെ പടം വരയ്ക്കാനൊക്കെ അറിയോ ചേച്ചിക്ക്? ഇപ്പൊ അവസാനം കൊണ്ടുവന്നില്ലേ 20,000 രൂപ? അതൊക്കെ ഞാൻ ഭയങ്കര നന്നായിട്ട് വരയ്ക്കും. മോഡേണായിട്ട് ആവശ്യമുള്ള അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ചേച്ചി വളരെ നല്ല ഇപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കുടുംബ വിശേഷം കൂടെ നമുക്ക് അറിയണ്ടേ? അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? കേട്ടില്ല. കേൾക്കില്ലല്ലോ. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? അതെ, നാണോ അല്ല, ഞാൻ അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അതിപ്പോ കല്യാണം എന്ന് പറയുമ്പോ രണ്ടും വേണ്ടേ, രണ്ടുമായിട്ടും അത് മിങ്കിളായിട്ട് ഇരിക്കണ്ടേ. ആദ്യം ലവ് ആയിരുന്നു, പിന്നെ അത് എന്തായാലും ആദ്യം ഒരു ലവ് ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ലവിന്റെ ഒരു മുട്ടിടൽ? ഇതൊക്കെ ഇപ്പൊ ഒത്തിരി വർഷം മുമ്പുള്ള കാര്യം. ആദ്യം പ്രപ്പോസ് ചെയ്താണ് ചേച്ചിയാണോ അത് രഞ്ജിത്തേട്ടനാണോ? കഴിയാറായില്ലേ, നമ്മള് കുറച്ചു നേരമായില്ലേ ഷോ തുടങ്ങിയിട്ട്. എന്തെത്ര നാണല്ല. അങ്ങനെയല്ല, അതിപ്പോ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സിനിമ ചെയ്തിട്ടുണ്ട്. കല്യാണ സൗഗന്ധികം ഫിലിം ചേട്ടൻ വർക്ക് ചെയ്തു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അതിൽ വർക്ക് ചെയ്തു. പിന്നെ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. പിന്നെ അങ്ങനെ കല്യാണത്തിലേക്ക് എത്തി. അങ്ങനെ എത്തി. വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു നിർത്തിയില്ലേ? വളരെ സീരിയസ് ആയിട്ട് നിർത്തി. ആദ്യം കുറച്ച് നാളൊക്കെ ഉണ്ടെങ്കിലും ഇല്ല, ആദ്യം ഞാൻ അത് എന്താണ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ക്വസ്റ്റ്യൻ. ആലോചിച്ച് കണ്ടെത്തിയതാണ്. എത്ര സിമ്പിൾ ആയിട്ട് എത്ര നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാം. വളരെ നന്നായി പ്രസന്റ് ചെയ്തിരിക്കുന്നു. താങ്കൾ ഹലോ, ഇതെന്താ ഇവിടെ ഇട്ട് ഉരുട്ടണേ? അയ്യോ, ഇവിടെ ഉരുട്ടുമല്ല, അങ്ങ് വീട്ടിൽ നിന്നേ ഉരുട്ടിക്കൊണ്ട് വരുവാണോ? അല്ല, ഇത് പക്ഷെ ഒരു വല്ലാത്ത അന്ധവിശ്വാസമാണ്. അയ്യോ, ഇതൊന്നും അന്ധവിശ്വാസമല്ല. ഇന്നലെ തന്നെ നടന്ന ഒരു സംഭവം കേൾക്കണം. ഈ മനുഷ്യ ചുമന്ന ഷർട്ട് ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി, ഒരു കറുത്ത പൂച്ച വട്ടം ചാടി. ഞാൻ അപ്പോഴേ പറഞ്ഞു, അണ്ണാ കറുത്ത പൂച്ചയാണ് വട്ടം ചാടിയത്, നിങ്ങൾ ഇനി പോകല്ലേ, എന്തെങ്കിലും പറ്റുമെന്ന്. കേട്ടില്ല, ചെന്ന് കയറി കൊടുത്ത് ദേ ആക്സിഡന്റ്. അത് എന്റെ സമയദോഷമല്ല, ആ പൂച്ചയുടെ സമയദോഷമാണ്. ചേച്ചി, ഞാൻ പോയിട്ട് തിരിച്ചു വന്ന സമയത്തെ ഈ പൂച്ച വണ്ടി കയറി ചതഞ്ഞരഞ്ഞു റോട്ടി കിടക്കും. എങ്ങനെ ചാകാതിരിക്കും? ഇങ്ങേരെ കണി കണ്ടോണ്ടല്ല പൂച്ച ഇറങ്ങിയത്. കഷ്ടപ്പാട്. ഇവിടെ നടക്കുന്ന പ്രശ്നം എന്താണെന്നറിയാം? നടക്കുന്ന പ്രശ്നം 12 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏതോ ഒരു അമ്പലത്തിൽ നേർച്ച നേർന്നു. ആ അമ്പലത്തിൽ ഞാൻ കൊണ്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇവള് ഇന്ന് രാവിലെ ഇവിടെ നടത്തിയ പ്രശ്നം. കൊണ്ട് കാണിക്കാനല്ലേ ചേച്ചി, ഒരു 10 രൂപ ആ അമ്പലത്തിൽ കൊണ്ട് നേർച്ചയിട്ടൊന്ന് തൊഴണം. അത് ഇങ്ങേര് കൊണ്ട് ഇടത്തുമില്ല, എന്നെ ഇട്ട് ഇടാൻ സമ്മതിക്കത്തുമില്ല. അതൊന്ന് കൊണ്ടുപോയി ഇട്ടൂടെ? 10 രൂപയുടെ കാര്യം അതല്ലേ നമ്മളെ സാമ്പത്തികം കൂടെ നോക്കണ്ടേ? എന്നാൽ ഇത്രയും ഒരു വിശ്വാസമുള്ള ഒരാളാകുമ്പോ അവർക്കൊരു മനസ്സിന് സമാധാനമല്ലേ 10 രൂപ ഒരു അമ്പലത്തിൽ കൊണ്ടിടുന്നു എന്ന് പറയുന്നത്. ചേച്ചി, പിള്ളേരെ പഠിപ്പ്, വീട്ടിലെ കാര്യങ്ങള്, എനിക്ക് ജോലിയില്ല, ഈ കാര്യങ്ങൾ ഇവൾ മനസ്സിലാക്കട്ടെ. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു 10 രൂപ ഒരു അമ്പലത്തിൽ കൊണ്ടുവിടാൻ പറ്റത്തില്ലേ? ചേച്ചിക്ക് അറിഞ്ഞൂടാ, എന്റെ പ്രാരാബ്ദം ചേച്ചിക്ക് അറിഞ്ഞൂടാ. ചേച്ചി ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടും. എന്നാ ഒരു കാര്യം ചെയ്യാം, 10 രൂപ ഒരു അമ്പലത്തിൽ ഇടണം, അത്രയല്ലേ ഉള്ളൂ. എനിക്കും ഇതിലൊക്കെ വിശ്വാസമുള്ള കൂട്ടത്തില്ല, ഞാൻ കൊണ്ടുപോകാം. ഒരു 10 രൂപ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു 10 രൂപയുടെ കാര്യം പറയുമ്പോ അല്ലല്ല, ആവശ്യമില്ലാത്ത കാര്യം ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. ചേച്ചി കാര്യം അറിഞ്ഞൂടാ. ഇല്ല, നിങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഒരു അമ്പലത്തിൽ പോകുന്ന പാവ ഇത്രയും വിശ്വാസമുള്ള ഒരു സ്ത്രീയല്ലേ? അത് ഞാൻ ഇവിടെ ഒന്ന് പറയാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് ഞാൻ വണ്ടിയും കൊണ്ടുവരാം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകണം. അമ്പലത്തിൽ പോയി പൈസ ഇട്ട് 10 രൂപ ഇട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു വരാം. പ്രശ്നം തീർന്നല്ലോ. അപ്പൊ എവിടെയാ, ഏത് അമ്പലത്തിലാ പോകുന്നത് നമ്മൾ? അതെ, എന്റെ ചേച്ചി അങ്ങ് ലണ്ടനിലുണ്ട്. അവിടുത്തെ ഗണപതി കോവിലിൽ കൊണ്ട് 10 രൂപ ഇട്ട് അങ്ങ് പ്രാർത്ഥിക്കണം. ഭഗവാനെ കണ്ട് മനസ്സ് തുറന്നങ്ങ് തൊഴണം.
നാളെ ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് ഞാൻ വണ്ടിയും കൊണ്ട് വരാം. അപ്പൊ എവിടെയാ, ഏത് അമ്പലത്തിലാ പോകുന്നത്? എങ്ങനെ ലണ്ടനിലുള്ള അമ്പലം. ഹലോ ഇവിടെ കേട്ടില്ല. രാവിലെ 8 മണിക്ക് പോയി, രാവിലെ ഇറങ്ങും. രാവിലെ 8 മണിക്ക് കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ ചായ കുടിച്ചിട്ട് വരാം. 10:30 ആകുമ്പോഴത്തേക്ക് ഞാൻ വണ്ടിയും കൊണ്ട് വരാം. അല്ല അങ്ങനെയല്ല. അല്ല, ഇതിപ്പോ അതല്ല, ഈ നിങ്ങളുടെ ഒരു വരുന്ന കുടുംബകാര്യത്തില് വരുന്ന 4 വീലുള്ള വണ്ടി അങ്ങ് അവിടം വരെ ഉരുളൂ, ലണ്ടൻ വരെ ഉരുളൂ. അത് കടൽ മാർഗം പോകും. ഇതിനാണ് ഞാൻ 10-12 വർഷമായിട്ട് ഞാൻ കിടന്ന് അനുഭവിക്കുന്നത്. അല്ല, അതിപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കൊണ്ടുപോയാൽ പറയട്ടെ. ഇപ്പൊ ഞാൻ കൊണ്ടുപോയെന്നുള്ള എനിക്ക് വേണ്ടി അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നില്ല എന്റെ ഒരു ശരി. അല്ല സാരമില്ല, കൊണ്ടുപോയി നേരത്തെ നടത്തിയിട്ട് വന്നാൽ നേരത്തെ നടത്തിയിട്ട് വന്നില്ല വരാതെ ഇവിടെ എന്റെ വീട്ടിൽ കയറി കാലിന്റെ കുറുമിട്ടിനെ അടിച്ചു പിടിക്കും. അങ്ങനൊന്നും പറയാം. കൊണ്ടുപോകണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനങ്ങ് കൊണ്ടുപോകാം. നമുക്ക് പോകണം, അത്രയല്ലേ. ഇപ്പൊ ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ശരി, നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം. നമ്മൾ കൊണ്ടുപോകാം. അതെ, ചേച്ചിയുടെ റിസ്കില് ചേച്ചി പൈസ ചെലവാക്കി കൊണ്ടുപോയിക്കോളൂ. രഞ്ജിത്ത് സാറിന്റെ കൂടെ സന്തോഷായില്ലേ? അതെ സന്തോഷായില്ല. അതെന്താ? അതെ, ഈ ലണ്ടനിലെ അമ്പലത്തിൽ കൊണ്ട് നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് തൊഴാൻ പറ്റിയാല് അങ്ങ് അമേരിക്കയിലെ ഗണപതി കോവിലിൽ 10 രൂപ നേർച്ചയിട്ട് തൊഴാമെന്ന് ഞാൻ ഇപ്പൊ ചേച്ചിയുടെ പേരിൽ അങ്ങ് നേർന്നു. മലയാളത്തിൽ നല്ല സ്റ്റാർ ആണെങ്കിൽ കന്നഡത്തിൽ സൂപ്പർ സ്റ്റാർ ആണ്. അറിയോ ആർക്കെങ്കിലും? അത് കുറെ പേർക്കൊക്കെ അറിയാം. ചേച്ചി മലയാളത്തിൽ നിന്ന് പിന്നെ കന്നഡത്തിൽ പോയി, കന്നഡത്തിൽ ഒരുപാട് സിനിമ എല്ലാം നായികയായിട്ട് നല്ല മൂവീസ്. അതും ആദ്യത്തെ പടത്തിന് തന്നെ കർണാടക സംസ്ഥാന സർക്കാരിന്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. കുറച്ച് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് കന്നഡയിൽ, നല്ല സിനിമകൾ. കുറച്ച് പിന്നെ ചെയ്തതെല്ലാം കുറച്ച് ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസ് ആയിരുന്നു. അപ്പം അവിടുത്തെ നല്ല ടോപ്പ് ഡയറക്ടേഴ്സ്. മലയാളത്തില് പിന്നെ നല്ല ക്യാരക്ടേഴ്സ് വരാത്തോണ്ടാണോ കന്നഡത്തിൽ തന്നെ? കന്നഡത്തിൽ തന്നെ ചൂസ് ചെയ്യുന്ന ഈ ആദ്യത്തെ പടം ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി ഞാൻ ആദ്യം ചെയ്തത് ആദ്യത്തെ കൺമണി ഉണ്ടായിരുന്നല്ലോ മലയാളത്തില്, രാജസേന ചേട്ടന്. ആ പടത്തിന്റെ കന്നഡ റീമേക്ക് ആണ് ചെയ്തത്. പക്ഷെ ആ സിനിമ ഇറങ്ങാൻ ഒരുപാട് താമസിച്ചു. അപ്പോഴേക്കും എൻ്റെ ഒരു 5-6 സിനിമകൾ അവിടെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് അവിടെ ചെയ്ത സിനിമയാണ് ആദ്യം റിലീസായത്. അതിന്റെ പേരാണ് ജന്മത ജോഡി എന്നാണ്. സംസ്ഥാന അവാർഡ്. അത് അവിടെ 1 വർഷം ഓടി ആ സിനിമ. അത് കുറച്ച് ഒരു ഹീറോയിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഹീറോയിൻ ഓറിയന്റഡ് അല്ലെങ്കിൽ പോലും ഈക്വൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു ഹീറോയിൻ ആ സിനിമയിൽ. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നോർമലി എനിക്ക് തോന്നുന്നു പിന്നെ വന്നതെല്ലാം എനിക്ക് അങ്ങനത്തെ വേഷങ്ങളാണ്, അല്ലാതെ വെറുതെ ഈ പാട്ട് ഡാൻസ് അങ്ങനെ പോകുന്നില്ല. കാരണം അവിടെ പാട്ടും ഡാൻസ് കുറച്ച് കൂടുതലാണ്, നമ്മുടെ ഇവിടുത്തെ കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒന്നും അല്ല വന്നത്. എല്ലാം അതുപോലത്തെ ഈ ആദ്യം കിട്ടിയ പോലത്തെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ പിന്നെ അവിടുത്തെ ആക്ടിങ് ഓറിയന്റഡ് ആയിട്ടുള്ള നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒത്തിരി റോൾസ് വന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് എനിക്ക് മലയാളത്തിൽ വന്നത് വെച്ച് നോക്കിയപ്പോൾ ബെറ്റർ ക്യാരക്ടേഴ്സ് അവിടെയായിരുന്നു. സമയത്ത് കന്നഡൊക്കെ അറിയായിരുന്നോ? ചെന്ന സമയത്ത് ഒന്നും അറിയത്തില്ലായിരുന്നു. ആദ്യത്തെ ദിവസം ഇതുപോലെ ഞാൻ കുടിക്കാൻ ഹീറ്റർ വർക്ക് ചെയ്തില്ല റൂമിൽ. അപ്പൊ അത് പറഞ്ഞപ്പോൾ അവരെനിക്ക് ഗ്ലാസ്സിൽ ചൂടുവെള്ളം കൊണ്ടു തന്നു. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്ര നല്ല കന്നഡയായിരുന്നു എൻ്റെ അവരുടെ. ഇപ്പൊ ഒരുവിധം സംസാരിക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ കുറച്ച് നാളായി. ചെന്നായിതിര ഇത് പറയോ? കണ്ടംകുളത്ത് അതെങ്ങനെ തന്നെ പറയുള്ളൂ കന്നഡത്തിലോ? അല്ല, കോമഡി സൂപ്പർ നൈറ്റ് 2ലേക്ക് സ്വാഗതം. കോമഡി സൂപ്പർ നൈറ്റ് ಎರಡലേക്ക് ನಿಮ್ಗೆ എല്ലാവർക്കും ನನ್ನ ಸ್ವಾಗತ. വേണ്ട ഇത്രേ മതി. അല്ല, കുറച്ച് ആ സമയത്ത് നന്നായിട്ട് സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഇത്രയും വർഷമായില്ല. ഇപ്പൊ ഞാൻ ആക്ച്വലി ഒരു 17 years ആയി സിനിമ ചെയ്തിട്ട്. എന്തായാലും പിന്നെ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്തു, മലയാളത്തിലേക്ക് തിരിച്ചു വന്നിട്ട് നല്ല സീരിയലുകൾ ചെയ്തു. നല്ല സീരിയൽ കുറൂരമ്മയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം. അതെ, ഞാൻ ആദ്യം ചെയ്തത് സ്ത്രീജന്മ, മായമ്മ സ്ത്രീജന്മമായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചെയ്തിട്ടില്ല. അങ്ങനെ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരെണ്ണം തീരുമ്പോൾ അടുത്തതിലേക്ക് കയറാറില്ല. ഒരു 1-2 വർഷമൊക്കെ ഗ്യാപ്പ്. ഇപ്പോൾ തന്നെ ഞാൻ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ 4 വർഷത്തോളം ആയപ്പോഴാണ് അടുത്ത പ്രോജക്റ്റ് ഇപ്പൊ ചെയ്യുന്നത്. ഇനി പുതിയ പ്രോജക്റ്റ് ഏതാ ചെയ്യാൻ പോണേ? പുതിയത് ഇപ്പൊ ചെയ്യുന്നുണ്ട് ഞാൻ. വാനമ്പാടി എന്ന് പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓൺ പ്രൊഡക്ഷൻ ആണോ? മിക്കത് ഓൺ പ്രൊഡക്ഷൻ. ഈ മിക്കത് ഈ ഓൺ പ്രൊഡക്ഷനിലുള്ളതിലൊക്കെ എന്താ ചേച്ചി അഭിനയിക്കണേ? അതൊരു ചോദ്യമാണ്. ഞാൻ അഭിനയിക്കണുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്തിനാ പുറത്തുനിന്ന് ഒരാള്? അല്ല, എനിക്ക് രഞ്ജിത്തേട്ടനോട് ഒരു ചോദ്യമുണ്ട് രഞ്ജിത്തേട്ട. കാരണം രഞ്ജിത്തേട്ടന്റെ പ്രൊഡക്ഷനിലുള്ള സീരിയലിലൊക്കെ ചേച്ചി നായികയാണ്, എന്തുകൊണ്ട് സിനിമയിൽ ചേച്ചി ഇല്ല? ചോദിക്കേണ്ട ഒരു ഭയങ്കര വലിയ ചോദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, വലിയൊരു ചോദ്യചിഹ്നം. ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ പ്രൊഡക്ഷൻ. ഇപ്പൊ ലാസ്റ്റ് ഹിറ്റ് നമ്മളെല്ലാരും ഹിറ്റാക്കിയ സിനിമ 2 Countries, അതിൽ പോലും ഒരു വേഷം തന്നില്ലല്ലോ ചേട്ടാ.
അതിലല്ലോ പടത്തിലില്ലാന്നേ ഉള്ളൂ. മൊത്തം സമയം ഞാൻ ഉണ്ടായിരുന്നു, കാരണം കാനഡയിലായിരുന്നു ഷൂട്ടിങ്. ഞാനും കൂടെ പോയായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയും, കാരണം പോയത് നമ്മൾ മറ്റേ ദാസൻ വിജയനെ കണ്ടില്ലേ, അതുപോലെ ഞാൻ പോയത്. ചേട്ടാ ഞാൻ വന്നാൽ അതൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ ഇതുപോലെ. അത്രയൊന്നും പറഞ്ഞില്ല, എന്നാലും ഞാനും കൂടെ വരാല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ടെൻഷനിലല്ലേ, അപ്പൊ കൊണ്ടുപോയില്ലെന്നുള്ള വലിയ ഉറപ്പില്ല. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അപ്പൊ ഇങ്ങനെ എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങിക്കുന്നത്, എന്റെ മാത്രം പാസ്പോർട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കോപ്പി, എല്ലാവർക്കും പാസ്പോർട്ട് കോപ്പി ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റേത് വെക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നിന്റേത് വെച്ചോ. പിന്നെ എനിക്ക് ഡൗട്ടായി, ഇവരെല്ലാരും ആക്ടർ എന്നൊക്കെ ഉള്ളതിൽ, കാരണം ഇത് എംബസിയിൽ കൊടുക്കുമ്പോഴത്തേക്കും ഇനി എന്റേത് റിജക്ട് ചെയ്താലോ എന്നൊക്കെ എനിക്ക് ഡൗട്ടായി, കാരണം വേറെ ഒരു പണിയില്ലാതെ വെറുതെ പോവല്ലേ. പക്ഷെ അവിടെ ചെന്ന് ഞാൻ കാനഡ മൊത്തം കണ്ടു. ഇവരെല്ലാരും അഭിനയിച്ചു, ഷൂട്ട് ചെയ്തു, ഇവരെല്ലാരും പോയ ജോലി ചെയ്തു. ഞാൻ കാനഡ മൊത്തം കറങ്ങി കണ്ട് തിരിച്ചു. ഇഷ്ടപ്പെട്ട മീനവിയൽ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ പറഞ്ഞ കാനഡ ചെന്ന് ഇറങ്ങിയിട്ട് എന്നെ കണ്ടിട്ടില്ല എന്നാ. തിരിച്ചു പോകണം. കാരണം രാവിലെ ലൊക്കേഷൻ ഒന്ന് ചെല്ലും, അവിടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ വരും, കറങ്ങാൻ പോകും. പിന്നെ എവിടെയാ പാക്ക്, പിന്നെ വിളിച്ചു ചോദിക്കും എവിടെയാ ഷിഫ്റ്റ് ഉണ്ടോ, ലൊക്കേഷനിലാണോ. ചേച്ചി ഞാൻ കുശുംബത്തരം പറയാന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ശരിക്കും 2 കൺട്രീസിൽ ചേച്ചിക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മമതയുടെ അല്ലല്ലോ അല്ലേ? അതല്ല അല്ല, മമതന്റെ കഴിഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സിലൊക്കെ അല്ലേ കേട്ടോ, എല്ലാരും തലയാട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറയാട്ടോ, നിങ്ങളൊക്കെ പറഞ്ഞു അടുത്ത പടം. അല്ല, ഞാനൊരു വലിയ ക്വസ്റ്റ്യൻ, ഇത് വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. അപ്പൊ അടുത്ത പടത്തില് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഞാൻ ഇതൊക്കെ ഈ എപ്പിസോഡൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വരുമ്പോഴൊക്കെ ഈ എപ്പിസോഡ് മാത്രം, ഇത് മാത്രം ഈ പോർഷൻ മാത്രം അങ്ങനെയെങ്കിലും ഒരു മാനസാന്തരം വന്നാലോ? ഇല്ല, ഞാൻ ചെയ്യാത്ത ഒന്നാമത്തെ കാര്യം, മോള് ഇപ്പൊ 9th മോള്. അപ്പൊ പിന്നെ അവളുടെ പഠിത്തം, പിന്നെ ചേട്ടൻ എപ്പോഴും ബിസിയാ, എപ്പോഴും ട്രാവലിംഗ് ആണ്. അപ്പം ഓരോ 2 പേരും വീട്ടിൽ നിന്ന് മാറി നിൽക്കണ്ട എന്നുള്ളടത്ത് വെച്ചിട്ടാണ് ഞാൻ സിനിമയിലേക്ക്, കാരണം സിനിമ നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ് ദൂരെ അല്ലേ. ഇപ്പൊ സീരിയൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം ട്രിവാൻഡ്രത്താണ്. എല്ലാം ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഷൂട്ടിങ്. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടേതായോണ്ട് ഇപ്പൊ നമുക്ക് പറയാം ഇന്ന് എന്നേക്ക് നേരത്തെ പോകണം, അല്ലെങ്കിൽ ഒരു സീൻ എടുത്തിട്ട് ബാക്കി നാളെ എടുത്താൽ മതി. നമുക്ക് വേറൊരു കമ്പനിയിൽ ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അറിയാമല്ലോ, നമ്മുടെ ആയിരിക്കും ചാർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ സൗകര്യങ്ങൾ നോക്കിയാണ് ഞാൻ ഇതിൽ. പിന്നെ കാശ് പുറത്തേക്ക് പോണില്ലല്ലോ, അതൊരു സമാധാനം. കാശ് പുറത്തേക്ക് പോകുന്നില്ല, തിരിച്ചു വരണമുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ ഉണ്ട്, രജപുത്രയുടെ അടുത്ത സിനിമയിൽ ചിപ്പി ചേച്ചിക്ക് വളരെ നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കുമെന്ന്. ചേച്ചിനെ ഒരുപാട് ഇഷ്ടമാണ് മലയാളികൾക്ക്. ആ മലയാളി പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? വളരെ എന്താ പറയുക, വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ആണെങ്കിലും ഇപ്പം അൻസിബ പറഞ്ഞതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട് എന്താ സിനിമ ചെയ്യാത്തത്, അല്ലെങ്കിൽ സീരിയൽ ഇപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പ് വരുമ്പോൾ എന്താ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് നമുക്കൊരു സന്തോഷമല്ലേ. കാരണം നമ്മൾ വിട്ട് നിൽക്കുമ്പോഴും നമ്മളെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോഴും കാണുമ്പോൾ ഉള്ളൊരു സ്നേഹവും അതൊക്കെ ഒത്തിരി, എനിക്കും ഞാനത് വലിയൊരു വില കൊടുക്കുന്നതാണ് അതിന്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം അത് തന്നെയാണ്, എല്ലാവരുടെയും സപ്പോർട്ട് എന്നും ഉണ്ടായിരുന്നു. കാരണം ഞാൻ സിനിമയിൽ വന്നപ്പോൾ തൊട്ട് ഒരുപാട് സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് നമ്മുടെ മലയാളി പ്രേക്ഷകർ. അപ്പോൾ ഇപ്പോഴും ആ ഒരു സപ്പോർട്ട് എനിക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് നമുക്കൊരു വലിയ ധൈര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി ഒരു സിനിമ ചെയ്യുമോ എനിക്കറിയില്ല അതിനെപ്പറ്റി. നമ്മളൊരു പ്രോജക്റ്റ് പുതിയത് ചെയ്യുമ്പോഴേക്കും നമ്മളെ അങ്ങനെ കൈവിടില്ല എന്നൊരു വിശ്വാസമുണ്ട്. അത് നമുക്കൊരു വലിയൊരു സപ്പോർട്ടല്ലേ, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ്. വീണ്ടും വന്നു മറ്റേ രചനേതാവില്ലേ, മറ്റേ പടം രചന ചേച്ചിയോ? രചന ചേച്ചിയല്ല, മറ്റേ പടം വരയ്ക്കുന്നവൻ ഇപ്പൊ വന്നില്ലേ? ഞാൻ നോക്കിയപ്പോ അവിടെ ഗുസ്തി മത്സരം നടക്കുന്നു. ആ പടം മേടിച്ചവരില്ലേ, അവരുമായിട്ട് മുട്ടം ഗുസ്തി, നല്ല ഇടി കൊടുക്കും അവന്. പിന്നെ പേപ്പർ കുത്തി വരച്ച് പടം കൊടുത്ത് കാശ് മേടിച്ച പിന്നെ അവർ ഇടിക്കൂലേ, എനിക്ക് കൊടുക്കും. ചിപ്പി ചേച്ചി പറഞ്ഞോണ്ടിരിക്കുന്നു അതുപോലെ ഒന്ന് തുടങ്ങിയാലോ? നല്ലതാ, ഇതുപോലെ തുടങ്ങണ്ട, നല്ല രീതിയിൽ തുടങ്ങണം. അല്ല അതറിയില്ല, ഇതേ അറിയുള്ളൂ. എന്തായാലും കോമഡി സൂപ്പർ നൈറ്റ് 2 ഒരുപാട് ഒരു 6 വർഷങ്ങൾ, അത് ഞാൻ പറയും, പുറകെ നടന്നത് തന്നെ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് പുറകെ നടന്നാണ് ചേച്ചി ഇവിടെ വന്നത്. കാരണം ഇങ്ങനത്തെ പ്രോഗ്രാംസിനൊന്നും ഒരുപാട് പോവാത്താണ്, ഭയങ്കര മടിച്ചിയാണ്, ആന മടിച്ചിയാണ്. അതെ, എനിക്ക് ഒരുപാട് വിശേഷങ്ങളില്ല പറയാൻ. നമ്മളിപ്പോ ഒരുപാട് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി വിശേഷങ്ങൾ പറയാനും. അത് ചേച്ചിക്ക് തോന്നുന്നതാണ്. ഇവിടെയുള്ള എല്ലാവർക്കും ചേച്ചിനെ കാണാനും ഈ ചിരി കാണാനും ഒരുപാട് സംസാരിക്കാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ താല്പര്യമുണ്ട്. ചേച്ചി മടി പിടിച്ച് ഇങ്ങനെ ഇരുന്ന്
6 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു ആത്മനിർവൃതിയിൽ സന്തോഷത്തിൽ ഞങ്ങൾ നൽകുന്ന സമ്മാനമാണ് പറക്കാട് ജ്വൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആന. ആന പഠിച്ചായതുകൊണ്ട് ആന വിചാരിക്കല്ല, നമ്മളെല്ലാവർക്കും തങ്കത്തിൽ പൊതിഞ്ഞ ആനനെ കൊടുക്കും. അതൊരു സ്നേഹ സമ്മാനമാണ്. ഈ തരുവാണ് ഞാൻ കൊണ്ട് വെച്ചേക്കാം. ഞാൻ പോകുമ്പോ തരും, ഞാൻ അടുത്തോട്ട് പോകത്തില്ല. ഓക്കെ, എന്നാ നമുക്ക് കാണാം, ഇനി കാണാം. ആന കൊടുത്താലും കിളി ആശ കൊടുക്കരുത്. എന്തായാലും ചിപ്പി ചേച്ചിയുടെ ഒരുപാട് വിശേഷങ്ങൾ കണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. കണ്ടുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ കോൺഫിഡൻസ് ഗ്രൂപ്പ്.